പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, വിദൂര ദേശങ്ങളിൽ താമസിക്കുന്നവരെ അവരുടെ കുടുംബത്തിലെ സന്ധിക്കാനില്ലാത്ത പ്രായം ചെന്ന മനുഷ്യരെ അവരുടെ ന്യായമായ ദുഃഖങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അങ്ങനെ കുറേ വിഷയങ്ങളെ കണ്ടു. ജീവിക്കാൻ വേണ്ടി അവർക്ക് പോകാതിരിക്കാനും പറ്റത്തില്ല. പോയതിൻ്റെ പേരിൽ കുടപ്പിറപ്പുകളും കുഞ്ഞുങ്ങളും ഒക്കെ വേദനിക്കുകയും ചെയ്യണം. ഒരു ഇന്നോവേറ്റീവ് ഈബിൾ എന്ന് പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല, ചെയ്തില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവരെ, ചെറിയ ചെറിയ വ്യാപാരങ്ങളിലൂടെ കൃഷി, കന്നുകാലി വളർത്തൽ,
വലിയ കാർഷിക കടങ്ങളകപ്പെട്ടിരിക്കുന്നവര്, മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളും. ചില കാര്യങ്ങൾ വിറ്റുമാറ്റിയ രക്ഷപ്പെടും, പക്ഷെ വിൽക്കാൻ പറ്റണില്ല, വിൽക്കാൻ ആളില്ല, വാങ്ങിക്കാൻ ആളില്ല. അങ്ങനെ കുറേ പ്രയാസം അനുഭവിക്കുന്നവരെ അവരെല്ലാവരെയും ഈ പ്രഭാതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ സമാധാനമില്ലാത്ത കുടുംബങ്ങള് കർത്താവിന്റെ വിശുദ്ധ കുരിശിന്റെ അടയാളത്തിനും ആശീർവാദത്തിലും അവർക്ക് സമാധാനം തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിലെ കുരിശിന്റെ അടയാളം നിങ്ങളെ ആശീർവദിക്കുന്നു. ഭൂമി തരം മാറ്റാൻ ആഗ്രഹിക്കുന്നവരെ, ചെയ്ത് കിട്ടാത്തതിൻ്റെ പേരിൽ വീടോ ലോണോ ഒന്നും ചെയ്യാൻ പറ്റാത്തവര്, ലോൺ ലഭിക്കാത്തവര്, വിദ്യാഭ്യാസ ലോൺ ലഭിക്കാത്തവര്, കടങ്ങൾ പരിഹരിക്കാനാവാത്ത പറ്റാത്ത ഇതെല്ലാം പോംവഴികള്, ജപ്തി നടപടി നേരിടുന്നവര്, കർത്താവ് അങ്ങ് വിചാരിച്ച് ഇതെല്ലാം പരിഹരിക്കാൻ കഴിയും. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ടെസ്റ്റ് ഇന്റർവ്യൂ എഴുതിയിട്ടുള്ളവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, നൈപുണ്യ പരീക്ഷകള്, യോഗ്യതാ പരീക്ഷകള്, അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് വേണം അടുത്ത കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി. റിസൾട്ട് വരുന്നുമില്ല, ഒരു കാര്യം ചെയ്യാനും പറ്റണില്ല, ജീവിതം സ്റ്റക്കായിപ്പോയവര് കർത്താവിന്റെ നാമത്തിൽ ഈ ആഴ്ചകളിലെ അതിന് സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടി പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. അശ്വത്ഥയിൽ കിടക്കുന്നവരെ, മരുന്നിൽ കഴിച്ചിട്ട് മരുന്ന് മാറി കഴിച്ചിട്ടും രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തവരിൽ ശരീരം റെസ്പോണ്ട് ചെയ്യാത്ത അവസ്ഥകളിൽ നീണ്ടു പോകുന്ന നീറലുകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യപ്പെടുത്തുന്നു. 72 മണിക്കൂറിനുള്ളിൽ നീ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നിന്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകാൻ പരിശുദ്ധമ കൃപാസനത്താൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിലെ യേശുനാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ. നിത്യം പിതാപുത്രനും പരിശുദ്ധമായ സ്ഥലത്തിലെ നയിക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ലോകത്തിൽ ഞാൻ എപ്പോഴും വിഷയങ്ങളെ രണ്ടായിട്ട് തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും. ഈ സന്തോഷത്തിൻ്റെ കാര്യത്തിലും ഇത് ഓക്കെയാണ്. അതായത് നമ്മുടെ സന്തോഷങ്ങൾക്ക് ആസ്പദങ്ങൾ വേണം, പലപ്പോഴും അതിൻ്റെ മെറ്റീരിയൽ ആയിട്ടുള്ള എന്തെങ്കിലും അടിത്തറ വേണം. അതായത് നമ്മുടെ സന്തോഷങ്ങൾ ജഡബദ്ധമാണ്, അതേസമയം തന്നെ ജഡമുക്തമായ ഒരു സന്തോഷമുണ്ട്. അതിന് നമ്മൾ സൂക്ഷ്മ സന്തോഷം എന്ന് പറയും. ആത്മീയ സന്തോഷം പലപ്പോഴും സൂക്ഷ്മ സന്തോഷമാണ്. നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം പലപ്പോഴും സൂക്ഷ്മ സന്തോഷമല്ല, ജഡീയ സന്തോഷമാണ്. ആ ദൈവദാനമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ്. ദൈവദാനമാകുന്ന സന്തോഷം എന്ന് പറയുന്നത്, ഇപ്പം ഉദാഹരണത്തിന് സങ്കീർത്തനം 4:7 എടുത്തേ. ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ, ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എന്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. ധാന്യം, വീഞ്ഞ്, ജോലി, വിവാഹം, മക്കള്, ഇങ്ങനെ മെറ്റീരിയൽ ആയിട്ടുള്ള ആ വിഷയങ്ങളിൽ നമുക്ക് സ്വാഭാവികമായിട്ട് സന്തോഷം ഉണ്ടാകും, അല്ലേ? ആനന്ദം ഉണ്ടാകും. പക്ഷെ അപ്പോഴ് ആ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആ മേഖലയിൽ ആനന്ദം ഉണ്ടാകത്തുള്ളൂ. അതാണ് ആസ്പദങ്ങൾ എന്ന് പറയുന്നത്, അടിത്തറകൾ. ഈ ദൈവത്തിൽ നമുക്ക് ലഭിക്കേണ്ടതിന് ഇങ്ങനെ ഒരു ഭൗതിക സാഹചര്യങ്ങളില്ലെങ്കിലും ദൈവത്തിന് നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ കഴിയും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു യഥാർത്ഥ സന്തോഷത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് ദൈവത്തെ തന്നെയാണ്. ദൈവവചനങ്ങളനുസരിച്ചും പരമാവധി ദൈവവചനം അനുസരിച്ചുകൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുമൊക്കെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അഭൗമമായ ഒരു തേജസ് എന്ന് പറഞ്ഞ പോലെ ഒരു സന്തോഷം നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചില മനുഷ്യർ ചില കാര്യങ്ങൾക്ക് വല്ലാതെ വേദനിക്കുകയും ആത്മഹത്യ ചെയ്യുന്ന പോലെയുള്ള പരാക്രമങ്ങൾ കാണിക്കുമ്പോൾ നമ്മളതൊന്നും നോക്കാതൊന്നും തോന്നത്തില്ല.
അത് കഥയില്ലെന്ന് പറയും, കഥയില്ലായ്മ തോന്നും. ജീവിതത്തിൻ്റെ കഥയില്ലായ്മകള്, ജീവിതത്തിനെ കുറിച്ച് കഥാപൂർണമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ എൻ്റെ ഒരു കുറേ കഥയില്ലായ്മകളുണ്ട്. ശരിക്കും കഥയില്ലായ്മകൾ, ജീവിതത്തിൻ്റെ കഥയില്ലായ്മകളാണ്. ഇപ്പം ഞാൻ ചില സമയത്തൊക്കെ ഓർക്കുകയും ചില ആൾക്കാരുമായിട്ടൊക്കെ ഇപ്പോൾ ഞാനാണെങ്കിൽ പെട്ടെന്ന് ഒരു ക്ഷിപ്രകോപമുള്ള ആളാണ്, പെട്ടെന്ന് പോകും, ഞാനത് റെക്ടിഫൈ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് എളുപ്പപ്പെട്ട് ക്ഷമ ചോദിക്കും, അതെല്ലാം റെക്ടിഫൈ ചെയ്യും. പക്ഷെ പെട്ടെന്ന് എനിക്കൊരു വിഷയം കണ്ടാൽ അതിൻ്റെ ഞാൻ എന്ത് സംഭവിച്ചതെന്നല്ല എൻ്റെ മനസ്സ് റീഡ് ചെയ്യണത്, എന്തുകൊണ്ട് സംഭവിച്ചു എന്നാണ് മനസ്സ് റീഡ് ചെയ്യണത്. അത് കാരണം അതിൻ്റെ റൂട്ട് കോസ് പലപ്പോഴും വളരെ മോശമായ രൂപികളിൽ നിന്നായിരിക്കും മറ്റുള്ളവർ അങ്ങനെ ചെയ്യണത്. അത് കാരണം ഞാൻ അവരെ പരസ്യമായിട്ട് ചിലപ്പോൾ ശാസിക്കും. പിന്നെ അവർ ഞാനുമായിട്ടൊക്കെ ചിലപ്പോൾ ബോൾത്താക്കം ഉണ്ടാവും, ചില വിഷയമൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് കുറച്ച് വിഷമം തോന്നും, അത് വേണ്ടായിരുന്നു, ഒഴിവാക്കാമായിരുന്നു പറഞ്ഞാലും ചിലപ്പോൾ കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടി വരും ആ കാര്യങ്ങളൊക്കെ. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഉത്തരവാദിത്വത്തോടെ ഒരു വിഷയം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ചെയ്യണത് ശരിയാണ്, എല്ലാവരും തോളേക്കായിട്ട് മനുഷ്യരുടെ പ്രീതിക്ക് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് പോകുമ്പോൾ ദൈവം ഏൽപ്പിച്ച ജോലി വഴിക്ക് കടന്നു പോകും. അപ്പം അതുകൊണ്ട് ചില സമയത്തൊക്കെ നമ്മൾ ചൂടാണ്ടി വരും. പക്ഷേ അങ്ങനെയല്ല പ്രശ്നം, അവിടെ അല്ല പ്രശ്നം. അതായത് ഇങ്ങനെയൊക്കെ നമ്മൾ ചില സമയത്തൊക്കെ മനുഷ്യന്മാരൊക്കെ ഇട്ട് ഒരു അകൽച്ച വന്നാലും ഇത് ചിലവ് നമ്മുടെ ഹൃദയത്തെ ഒന്നും അത് ലോങ് ടേണിൽ ബാധിക്കത്തില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒരു ആന്തരികമായ നമുക്കൊരു ദൈവം ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്ന പോലെ തോന്നും. അപ്പം ചില വിഷയങ്ങൾ പോലും നമ്മൾക്ക് ആഘാതം ഉണ്ടാക്കണമെന്ന് കണ്ടാൽ ദൈവം ആ വിഷയത്തിൽ നിന്നും ആ ദിവസത്തിന് നമ്മൾ അവിടെ നിന്നൊക്കെ എടുത്ത് ദൈവം മാറ്റിക്കളയും. നമ്മൾ ആ ദിവസം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് വലിയ വിസ്ഫോടനാത്മകമായ സാഹചര്യമാകുമായിരുന്നു. ദൈവം ഇങ്ങനെ എയർ ലിഫ്റ്റ് ചെയ്യണ പോലെ മാറ്റിക്കളയും. പിന്നെ എൻ്റെ ആത്മാവ് എപ്പോഴും എന്നോട് പറയുവേ, ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ പറയും, സി ജോസഫ്, ഒരു 10 ദിവസം കഴിഞ്ഞാൽ നിനക്കിപ്പോൾ ഉണ്ടാകുന്ന ഇത്രയും ഭാരം അന്ന് നിനക്ക് തോന്നുവാന്ന് പരിശുദ്ധാത്മാവ് തോന്നുന്നു എന്നോട് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ് 10 ദിവസം കഴിയുമ്പോൾ ഈ ഭാരം അത്രയും തോന്നത്തില്ല, ഞാൻ കുറച്ച് മറന്നു പോകുമായിരിക്കും. അപ്പോൾ പിന്നെ ചോദിക്കും, ഒരു 100 ദിവസം കഴിഞ്ഞാൽ 100 ദിവസം കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഓർക്കത്ത് കൂടിയില്ല, അങ്ങനെ സംഭവം. അപ്പം പിന്നെ എന്നാൽ പിന്നെ ഇപ്പം അങ്ങനെ ആകാൻ പാടില്ലെന്ന് ഇരിക്കും. അതാണ് അത് പരിശുദ്ധാത്മ ഉണ്ടെങ്കിൽ ഈശോ എന്താ പറഞ്ഞറിയാമോ, അവനെല്ലാം പഠിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ, യോഹന്നാൻ 14:26. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഈ പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ വരദാനങ്ങളൊന്ന് പഠിപ്പിക്കലാണ്. അത് വചനം മാത്രമല്ല, ജീവിതത്തെക്കുറിച്ചും. നമുക്കിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇപ്പം നിങ്ങളൊരു വീട്ടുകാരുമായിട്ട് വഴക്കാണെന്ന് വിചാരിച്ചോ, 30 കൊല്ലം കഴിയുമ്പോൾ ഈ വഴക്ക് അതേപടി നിലനിൽക്കുമോ എന്ന് നിങ്ങളെ ചോദിക്കണം. 30 കൊല്ലം കഴിയുമ്പോൾ നീ ഉണ്ടാകത്തില്ല, ചിലപ്പോൾ ആ വഴക്കടിക്കുന്ന ആ വ്യക്തി ഉണ്ടാകത്തില്ല. അപ്പോൾ പല വിഷയങ്ങളും പലപ്പോഴും ഇങ്ങനെ ആപേക്ഷികമാണ്, ശാശ്വതമല്ല. അപ്പം ശാശ്വതമല്ലാത്തതും നാളെ ഇല്ല. അതാ ഈശോ പറഞ്ഞത്, ഇന്ന് കാണുന്നതും നാളെ തീരെറിയപ്പെടുന്നതുമായ പുല്ലിനെ പോലും എന്ന് പറഞ്ഞില്ലേ. പക്ഷെ അതിൻ്റെ അതിൻ്റെ ക്ഷണികതയേക്കാൾ എന്നെ ബാധിച്ചത് അതൊന്നുമല്ല. ലൂക്കാ 12:28. ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമായ വയലിലെ
വയലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അണിയിക്കുകയില്ല. അപ്പൊ അതിൽ എന്നെ സ്വാധീനിച്ച വാക്യം എന്താണെന്നറിയാം? ഇന്നുള്ളതും പല സംഭവം നാളെ ഇല്ലാത്തതാണ്. അതാണ് എൻ്റെ സത്യം. ഇന്ന് നിങ്ങൾക്ക് വഴക്കുണ്ട്, വെറുപ്പുണ്ട്, വിദ്വേഷമുണ്ട്, പകമുണ്ട്, വാശിയുണ്ട്, മത്സരമുണ്ട്. ഇപ്പം ഈ വിഷയങ്ങൾ എന്താണ്? നാളെ ഇല്ല. അതാ വിഷയം. ഇന്നില്ലാത്തത് ഇന്നുള്ളതും നാളെ ഇല്ലാത്തതിൻ്റെ ഈശോ അതിനിട്ട പേരെന്താണ്? പുല്ല്. പിടികിട്ടിയാ? ഇന്നുള്ളതിന് നാളെ ഇല്ലാത്തതുമായിട്ട് എല്ലാത്തിനും ഈശോ കൊടുത്തിരിക്കുന്ന പേരെന്താണ്? പുല്ല്. അതായത് നിസ്സാരമായ കാര്യത്തിൽ പുല്ലെന്ന് പറയും. അതുപോലുള്ള, അതായത് നമ്മുടെ പല വിഷയങ്ങളും കാലാന്തരത്തിൽ പുല്ലായി മാറും. അതുകൊണ്ട് നാളെ ആഘാതങ്ങൾ ഇല്ലെങ്കിൽ അത് ഇന്ന് ആഘാതം കൊടുക്കേണ്ട കാര്യമില്ലെന്നുള്ളതാണ് ഈശോയുടെ ഒരു നിലപാട്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാൻ 16:14. യോഹന്നാൻ 16:14. അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിച്ചത്. അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച്. ഇത് ഒരു ഡേഞ്ചറസ് സോണാണ് ശരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നെ അറിയിക്കും. അപ്പം നമ്മളോർക്കും നല്ല കാര്യമല്ലേ, വരാനുള്ള കാര്യം നമുക്ക് അറിയാവില്ല. അതല്ല പ്രശ്നം. നമ്മൾ എന്തെങ്കിലും പ്രകൃതം കാണിച്ചാലും ദൈവത്തിന് മുമ്പിൽ മുൻകൂർ റിസൾട്ടാവും. പ്രാർത്ഥനയെ ബാധിക്കുന്നൊരു വിഷയമാണിത്. നീ ഇന്ന് വലിയ ദൈവതിരുസന്നിധിയിൽ വലിയ ദൈവത്തിൻ്റെ മകനാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പം തൽക്കാലം ഒരു അനുഗ്രഹമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നീ ഒരു അഭ്യാസമൊക്കെ കാണിച്ച് നിന്നാലും നിന്നെക്കുറിച്ച് വരാതിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നെ അറിയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും? ഇതൊരു പ്രശ്നമാണ് മക്കളെ. ഇത് ഭയങ്കര സീരിയസ് പ്രോബ്ലമാണ്. എന്ന് വെച്ചാൽ നമ്മളെ പല കാര്യങ്ങളും ചില ആൾക്കാർ ദൈവത്തിന് പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ കാണത്തില്ല. ചില ആൾക്കാർ ഉമ്പ കളിച്ചു തന്നെ കാണാം. ഈ ആടൊക്കെ നടക്കണ പോലെ മുട്ട നിരങ്ങിയൊക്കെ പള്ളിക്കാരനെ കണ്ടിട്ടില്ലേ? നേർച്ചയാണ് അവർ. ചില ആൾക്കാർ മുട്ടിട്ട് നിരങ്ങി പോണ കാണാം. ചില ആൾക്കാർ ഉരുണ്ടുരുണ്ടൊക്കെ പോണ കാണാം. ഈ അഭ്യാസങ്ങളും സർക്കസും എന്ത് കാണിച്ചാലും വരാതിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയാതിരിക്കത്തില്ല. അത് നിസ്സാരവാക്കല്ലത്. നീ ഇപ്പം പള്ളി കിടന്ന് ഉരുണ്ടെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നിരങ്ങിയെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഉമ്പ കളിച്ചെന്ന് വിചാരിച്ചോ, നീ ഇപ്പം വലിയ മുടങ്ങാതെ കുർബാനക്കൊക്കെ വരുന്നുണ്ട്, ഈ കുറേ നാളായിട്ട് നീ ദൈവത്തോട് അടുത്തൊക്കെ നിൽക്കുകയാണെങ്കിലും നിന്നെ അസസ് ചെയ്യണത് നിൻ്റെ കൈയിരിപ്പ് വെച്ചുകൊണ്ടാണ്. അതെന്താണ്? വചനേതാണ്? 16 16-14. ഇത് DTP ചെയ്ത് വേണമെങ്കിൽ അടുക്കള ഒട്ടിച്ച് വെച്ചോ. എന്താ സംഭവം? ഇത് നമ്മുടെ തലവിധിയാണ് ഈ സംഭവം. എന്താണ്? വരാതിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. ഇപ്പം നമ്മളെ നാളെ ഞാൻ ചില ആൾക്കാർ പറയവേ, നാളെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇന്ന് ചെയ്യുമെന്ന് നമ്മൾ വീമ്പടിക്കരുത്. എന്നുവെച്ചാൽ നമ്മളെപ്പോഴും പ്രശ്നം, കർത്താവിൻ്റെ തിരുസന്നിധി ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ കഴിയണേ. അതായത് ചില സമയത്ത് പീക്കിലോട്ട് ദൈവ ചൈതന്യം ഇങ്ങനെ പോവും. എന്നിട്ട് നേരെ ഗ്രാഫ് താഴേക്ക് വരും, പിന്നെ ഉയരും, ഇങ്ങനെ താഴും. അങ്ങനെ പോകേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ യാതൊരുവിധ വെല്ലും ബ്രേക്കും ജീവിതത്തിൻ്റെ മേലില്ലെങ്കിലും എപ്പോഴും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന അനുഗ്രഹത്തിന് ആനുപാതികമായിട്ടാണ് നിങ്ങളെ കേൾക്കണ പാട്ടിന് പറ്റുന്ന ഡാൻസ് എന്ന് പറഞ്ഞല്ലേ, കേൾക്കണ പാട്ടിന് പറ്റുന്ന ഡാൻസ്. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് അനുഗ്രഹം കിട്ടിയെങ്കിൽ ദൈവത്തിന് ഗൃഹപ്രാർത്ഥന ഉണ്ട്, എല്ലാ സാധനമുണ്ട്. കേൾക്കുന്ന പാട്ടിന് പറ്റുന്ന ഡാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുടുംബപ്രാർത്ഥനയൊക്കെ ഉണ്ട്. കാര്യം മകന് ജോലി കിട്ടി, വീടൊക്കെ വെച്ച്, അച്ഛൻ വന്ന് വീടൊക്കെ വഞ്ചരിച്ച്, ഇപ്പം വലിയ മുട്ടിപ്പാടൊന്നുമില്ല, ഇപ്പോൾ ഓക്കെയാണ്.
ഇനിയിപ്പോൾ കൊച്ചിൽ നാളെ കേൾക്കുകയാണ് അവൻ്റെ വിസ ക്യാൻസലാകാൻ പോവുകയാണ്. അയ്യോ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ പിന്നെ പ്രാർത്ഥന മുടക്കുന്നീ. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. അതാണ് വിഷയം. അത് എന്നുവെച്ചാൽ കാലാവസ്ഥകളിലെ ഭേദങ്ങളിൽ കൈവരിക്കുന്ന സന്തുലിതാവസ്ഥ ദൈവത്തിരുസന്നിധിയിൽ വെടിപ്പോടെ നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം ഭംഗിയായിട്ട് എനിക്കാണെങ്കിൽ ചേടത്തിമാരെ കൊണ്ട് ഭയങ്കര പേടിയുള്ളൊരു മനുഷ്യനാണ് ഞാൻ. ഇവരൊക്കെ ഇങ്ങനെ വാരിക്കെട്ടിയൊക്കെ ഓരോ കാര്യം പറയുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഇപ്പം ഇത് നല്ലപ്പോഴും കുറേ അനുഗ്രഹങ്ങളൊക്കെ കിട്ടി, മക്കളൊക്കെ രക്ഷപ്പെട്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവർ വലിയ സംഭവമൊക്കെ പറയണമെങ്കിലും നാളെ ഇവർക്കൊരു പണി കിട്ടുകയാണെങ്കിൽ ഈ സാഹചര്യങ്ങളൊന്നും ഉണ്ടാകും, ഈ ഭക്തിയും ഉണ്ടാകത്തില്ല, പ്രാർത്ഥനയും ഉണ്ടാകത്തില്ല. മോന്തം കയറ്റി എവിടെയെങ്കിലും ദൈവത്തിനെയും തെറി വിളിച്ച് എവിടെയെങ്കിലും മൂലക്ക് കുത്തിരിക്കണ കാണാം. ഇത്രയുള്ള സാധനം. ഇങ്ങനെ ഉള്ളവർക്ക് ഇങ്ങനെ തന്നെ 8ന്റെ പണി കിട്ടുകയും ചെയ്യും. എന്താ കാര്യം ചെറിയാവോ? അതായത് നീ അത്തവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരിക്കുമ്പോൾ ഇത് പക്ഷേ ഇതിന് വരവ് ഇത്തിരി പെശക് വരവാണ് ഈ വരുന്നത്. ഇപ്പോൾ നീ ഒരുത്തരെ കണ്ടുമുട്ടിയ കാര്യമാണ്. ആ നാന്താരിയല്ല. റബ്ബി നീ എന്നെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയും, നീ അത്തവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ പീലിപ്പോസ് നിന്നെ കാണുന്നതിന് മുമ്പേ. അതൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതായത് പീലിപ്പോസ് എന്ന് പറഞ്ഞൊരാൾ നമുക്കുണ്ടാകുമല്ലോ. നിൻ്റെ അപ്പൻ, നിൻ്റെ അമ്മ, നിൻ്റെ ചിറ്റപ്പൻ, നിൻ്റെ ആൻറ്റി, നിൻ്റെ അങ്കിള്, ഇങ്ങനെ കുറേ അണ്ണന്മാരുണ്ട്. അത് പീലിപ്പോസ്. നമ്മൾ പോലെ പീലിപ്പോസുമാരുണ്ടാവും. കർത്താവ് എന്ന് പറഞ്ഞാൽ നിൻ്റെ ആൻറ്റിയും അണ്ണനും കൂട്ടുകാരും അതാണ് പീലിപ്പോസ് എന്ന് പറഞ്ഞ ആ കക്ഷികളൊക്കെ നിന്നെ കാണുന്ന മുമ്പ് കാണാൻ തുടങ്ങിയവരാണ് ഞാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ 1:48. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. അപ്പോഴേ ഈശോയ്ക്ക് നമ്മളെക്കുറിച്ചുള്ള അസസ്മെൻറ്റ്, എന്നിട്ട് ഈ അസസ്മെൻറ്റിൻ്റെ അകത്ത് ഒരു ഐഡൻറ്റിറ്റി പറയുന്നുണ്ട്. കർത്താവ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഐഡൻറ്റിറ്റി ഉണ്ട്. എന്താണ് അത്? ഒരു വെല്ലുവിളിയാണ് നമ്മുടെ മുമ്പിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ, ഇവനിൽ യാതൊരു കാപട്യവും ഇല്ല. എൻ്റെ മക്കളെ, ഞാൻ നിങ്ങളുടെ കാലെ പിടിച്ച് പറയുകയാണ്, കർത്താവുമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഈ വിഷയം ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കണം. എന്താണെന്ന് വായിച്ചത്? യോഹന്നാൻ 1:47. നഥാനിയേൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ കുറിച്ച് പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ, ഇവനിൽ യാതൊരു കാപട്യവുമില്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രശ്നം വെച്ചാൽ, യേശുവിനെ 1650 അല്ലെങ്കിൽ 550 വർഷം മുമ്പാണ് ഹിസ്റ്റോറിക്കലായിട്ട് ഈ യാക്കോബ് എന്ന് പറയുന്ന കക്ഷി ജീവിച്ചിരുന്നത്. അപ്പോൾ ഈ നാഥാനിയേലെ കാണാൻ പറയുന്നത് യാക്കോബിനെ കുറിച്ച്. നമ്മുടെ പിതാവായ അബ്രഹാത്തിൻ്റെ മകൻ, ഇസ്ഹാക്കിൻ്റെ മകൻ, യാക്കോബിൻ്റെ ദൈവം എന്നൊക്കെ നമ്മൾ പറയുന്നത്. യാക്കോബിൻ്റെ ദൈവം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും യേശു ഈ മനുഷ്യനെക്കുറിച്ച് കോംപ്രമൈസ് ഇല്ലാതെ സംസാരിക്കണം. ഇയാൾ കാപട്യക്കാരനാണെന്നാണ്. അത് സുവിശേഷകന്മാർ ആ വന്ന വെളിപാട് അതുപോലെ എഡിറ്റ് ചെയ്യാതെ നേരെ അടിച്ച് കയറുകയും ചെയ്ത്. ഇവർ ആദ്യം ഇത് വെളിപാട് വരുന്നത് എഴുത്തുകാർക്ക്, സുവിശേഷകന്മാർക്കല്ലേ വന്നത്. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അവർ അതുപോലെ തന്നെ, ഇത് യാക്കോബിന് ദൈവമാണ്, യാക്കോബ് ദൈവം തന്നെ അറിയപ്പെട്ട യാക്കോബിന് ദൈവം എന്നുള്ളതാണ്.
അപ്പോൾ കാപട്യക്കാരന് ദൈവമായിട്ട് അറിയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുമോ? അപ്പം അതുകൊണ്ട് ഇത് വേണേൽ എഡിറ്റ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞാൽ അവരാരും എഡിറ്റ് ചെയ്ത് കളഞ്ഞില്ല. യേശു എന്ത് പറഞ്ഞ്? യാക്കോബ കാപട്യക്കാരൻ ആണെങ്കിൽ കാപട്യക്കാരൻ തന്നെയാണ്, അതിൻ്റെ അകത്ത് മാറ്റാൻ പറ്റത്തില്ല. നമുക്ക് ബ്രാൻഡഡ് ആകാതിരിക്കാൻ വേണ്ടി നോക്കണേ മക്കളെ. കാപട്യം ഒരു പ്രോബ്ലമാണ്. ഇപ്പം സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കണം എന്ന് പറഞ്ഞില്ലേ? പ്രാർത്ഥനയുടെ ഉത്തരങ്ങളിൽ ഏറ്റവും വലിയ പ്രോബ്ലമുള്ള കാപട്യമാണ്. 1650 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യനാണ് യാക്കോബ്, യേശുക്രിസ്തുവിനേക്കാളും. പക്ഷേ ഇത്രയും നാൾ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നേ. പക്ഷെ കാപട്യമില്ലാത്ത ഒരാളെ കണ്ടപ്പോൾ മറ്റൊരു പണി കിട്ടി. നാഥാനിയേലിനെ കണ്ടപ്പോഴേ, കാപട്യമില്ലാത്തവരെ കണ്ടപ്പോൾ യഥാർത്ഥ കാപട്യക്കാരനെ കർത്താവ് വിളിച്ചത് കൊണ്ടുവരുന്നു. ഇവനിൽ എന്ത് പറയുന്നുണ്ട്? ഇവനിൽ ഈ നാഥാനിയേലിൽ യാതൊരു കാപട്യവും ഇല്ല. അപ്പോൾ തന്നെ ബുദ്ധിയും ബോധമുള്ള മനസ്സിലാക്കണം. എന്താണ്? കാപട്യമില്ലാതെ ജീവിച്ച കർത്താവ് എപ്പോഴായാലും അക്സെപ്റ്റ് ചെയ്യുമെന്ന്. ഇതൊരു നമ്മൾ വിശ്വസ്തത, ദൈവസ്നേഹം, ആനകൂനൊക്കെ പറയുന്നാലും അവസാനം വന്ന് ഇറങ്ങി നിൽക്കുന്നത് കാപട്യത്തിലാണേ. കപടത ഉൾക്കൊള്ളാൻ പറ്റാതെ, ഹിപ്പോക്രാസി ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പം നീ അതാണ്, നീ ചൂടാണെങ്കിൽ ചൂട്, തണുപ്പാണ് തണുപ്പ്. ഇപ്പം ചൂട് കൊടുക്കേണ്ട പാട്ട് ചൂട് കൊടുക്കും, തണുപ്പ് കൊടുക്കേണ്ട പാട്ട് തണുപ്പ് കൊടുക്കും. അങ്ങനെയല്ല. ഇപ്പം ചിലരെന്ന് പറയുമ്പോൾ അപ്പോൾ ഇപ്പോൾ രാഷ്ട്രീയക്കാരായാലും ശരി, ഇപ്പോൾ തന്നെ ഇവിടെ എന്തൊരു സങ്കടകരമായ അവസ്ഥയാണ്. ഒരു മലയാളി നേഴ്സിന് ഹമാസ് വെടിവെച്ച് കൊന്നു, മിസൈൽ വീണ് ചത്ത്. അവർ മലയാളിയാണ്. അവരുടെ ബോഡി ഇവിടെ വന്നപ്പോൾ ഈ അണ്ണന്മാരാരും പോയില്ലല്ലേ. അപ്പം മനുഷ്യത്വത്തെക്കാൾ ഉപരി അപ്പോഴേ അതേസമയം തന്നെ ഈ മലയാളി നേഴ്സിനെ ഇസ്രയേൽക്കാരാണ് എൻ്റെ മിസൈൽ വീണാണ് മരിച്ചെങ്കിലേ ഉള്ള അവസ്ഥ എന്തായിരിക്കും ഇവിടെ? മന്ത്രിയുടെ ഭാര്യയും മക്കളും എല്ലാം അവിടെ പോയി കിടന്ന് കരയണ കാണാം. അപ്പോൾ ഇതിനൊരു മനുഷ്യത്തിനേക്കാൾ വലിയൊരു കാപട്യമുണ്ട് ഇതിൻ്റെ ശരിക്കും. അതുകൊണ്ടാണ് അതെല്ലാം എന്തിനു ബേസ് ചെയ്ത് പോകണതാണ്? മജോറിറ്റിയുടെ വോട്ടിനെ ബേസ് ചെയ്ത് പോകണതാണ്. മജോറിറ്റി വോട്ട് ബേസ് ചെയ്ത് പോണതാണ്. അപ്പോൾ ഈ മജോറിറ്റി വോട്ട് ചെയ്ത് പോകുമ്പോൾ തന്നെ വോട്ട് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ ഇവർക്ക് ഒരു ദൈവവിശ്വാസിയാകാൻ വലിയ പാടായിരിക്കും. അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഇപ്പോൾ ക്രിസ്ത്യൻസാണ് ഇത് കാണിച്ചെങ്കിലും അവർ കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിഭാഗം ജനങ്ങളുടെ വിഷയത്തിൽ ആ വിഭാഗത്തിൻ്റെ ജനാധിപത്യ ക്രമത്തിൽ അവിടെ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയെ കാണിക്കണത്, എല്ലാവരും കാണിക്കണത്. ഇപ്പം എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും സുവിശേഷ വിഹിതമായി നമ്മളിതിനെക്കുറിച്ച് സംസാരിക്കും. അതെന്തുകൊണ്ടാണ്? ഇസ്രയേലിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടല്ല. ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യണത് ഹമാസിനെ സപ്പോർട്ട് ചെയ്യണതല്ലേ? സഭയുടെ ഒരു നിലപാട് നിങ്ങൾക്ക് അറിയാമല്ലേ? എവിടെയാണ് അനീതി കാണുന്നത് അവരെ നമ്മൾ ഇപ്പം രണ്ടും ഒരേ സമയം തന്നെ വിമർശിക്കപ്പെടേണ്ട രണ്ടുപേർക്ക് രണ്ട് വിഷയങ്ങളുണ്ടാവും. അതായത് ദൈവതിരുസന്നിധിയിൽ ഇതെല്ലാം സുവിശേഷം സ്വീകരിക്കേണ്ട ആവശ്യകതയാണ് കാലം വെളിവാക്കി തരണത്. ദൈവതിരുസന്നിധിയിൽ വൃത്തിമേനയോട് ജീവിക്കാനും ദൈവിക വെളിപാടുകളിലൂടെ ദൈവാനുഗ്രഹത്തിൽ സഞ്ചരിക്കാനും എല്ലാ വിശ്വാസിയും കൈവരിക്കേണ്ട ആദ്യ നിലപാടെന്ന് പറയുന്നത് ഭക്തിയേക്കാൾ വലുതാണ് നിഷ്കപടത എന്ന് പറയുന്നത്. ഭക്തി, അതായത് ദൈവസ്നേഹത്തെക്കാൾ വലുതാണ് നിഷ്കപടത എന്ന് പറയുന്നത്. കാര്യം നമ്മുടെ കാപട്യം, നിഷ്കപടത എന്ന് പറയുന്ന സംഭവം നമുക്ക് ദൈവസ്നേഹം ഉണ്ടെങ്കിലും കാപട്യം ഉണ്ടെങ്കിലും അക്സെപ്റ്റബിൾ അല്ല. യാക്കോബ് 1650 കൊല്ലം മുമ്പ് കാണിച്ച കാപട്യമാണ് ഈശോ നഥാനെ കാണുമ്പോൾ ടേക്കപ്പ് ചെയ്യണത്. എൻ്റെ അർത്ഥം ദൈവതിരുസന്നിധി ഈ സാധനം വെച്ച് പൊറുപ്പിക്കലെന്നാണ് വിചാരിക്കണം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയും ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളും
സ്വന്തമായിട്ട് തീരുമാനമെടുക്കണം. കാപട്യം ഉണ്ടാകരുതെന്ന്. നിങ്ങൾ നല്ല നിലപാടിൽ, നയങ്ങളിൽ, സമീപനങ്ങളിൽ കാപട്യം ഉണ്ടാകരുത്. എന്നാൽ തന്നെ നമ്മൾ 50% വിജയിച്ച് കർത്താവിൻ്റെ പ്രലോഭനങ്ങളായിരുന്നു നമ്മുടെ മരുഭൂമിയിൽ. അവിടെ നിന്ന് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നല്ലേ. മരുഭൂമിയിൽ രണ്ടാമത്തെ പരീക്ഷ നോക്കിയേ, എന്താണെന്ന് നോക്കിയേ. ലൂക്ക 4:6. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ ഇത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിന്റേതാകും. അപ്പം അതൊക്കെ മുമ്പ് ഉയർന്ന ഒരു സ്ഥലമാണ് കാണിക്കണത് അല്ലേ? അതൊന്ന് വായിച്ചത്. പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. അപ്പൊ എങ്ങോട്ടാ ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞില്ലേ? എപ്പോഴും ഈ മരുഭൂമിയിലൂടെയാണ് മരുഭൂമി ചെന്നിട്ട് സംഭവിക്കുന്ന വിഷയങ്ങളാണിത്. ഉയർന്ന സ്ഥലങ്ങൾ, നമുക്ക് കയറി നിൽക്കാൻ പറ്റിയ ഉയർന്ന സ്ഥലങ്ങൾ കാണും. ഒത്തിരി പേര് ആ ഉയർന്ന സ്ഥലത്ത് കയറി നിൽക്കുന്നുണ്ടല്ലോ. എന്നിട്ട് പറഞ്ഞാൽ ഉയർന്ന നിലത്ത് നിൽക്കുമ്പോൾ നമ്മൾ പൊതുജനങ്ങളെ കാണും, എല്ലാവരെയും കാണും. അപ്പോൾ പിന്നെ എല്ലാവർക്കും അപ്പീലിംഗ് ആകുന്ന രീതിയിൽ നമ്മളെ തന്നെ അവതരിപ്പിക്കും. കാപട്യം വഴിക്കാണേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ ഗാനം നല്ലവണ്ണം പാടുന്നൊരു വ്യക്തിയാണ്. അയാൾക്ക് നല്ല പേരുണ്ട് നാട്ടിൽ. അയാൾ അങ്ങനെ പറഞ്ഞു, ഒരു ബിഷപ്പിനോട് ഞാൻ 5 രൂപ ചോദിച്ച്, എന്നിട്ട് ബിഷപ്പ് എനിക്ക് തന്നില്ല, അതുകൊണ്ട് ഞാൻ സഭയിൽ അതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അതായത് ഉയർന്നു വരുമ്പോൾ ഈ മനസാക്ഷിക്കുത്തുണ്ടാവില്ല മനുഷ്യന്. അപ്പോൾ ദൈവത്തെ തള്ളി പറഞ്ഞതിന് മനസാക്ഷിക്കുത്തുണ്ടാവില്ല. അപ്പോൾ മനസാക്ഷിക്കുത്തിന് സ്വയം പൊറുക്കാൻ വേണ്ടി ഒരു മാപ്പുസാക്ഷിനെ സൃഷ്ടിച്ചെടുക്കുകയാണ്. വല്ലൂരും പോയി ബിഷപ്പന്മാരോട് 5 രൂപ ചോദിക്കുക. അപ്പം തന്നെ കള്ളനാണെന്ന് മനസ്സിലായില്ലേ? അപ്പം തന്നെ ആ പറയണം കള്ളത്തരമാണ്, ആ പറയുന്നതിൻ്റെ ഉദ്ദേശവും കള്ളത്തരമാണെന്ന് മനസ്സിലാണില്ലേ? അപ്പോൾ ഓരോരുത്തർ ഉയർന്നു കഴിയുമ്പോൾ, ഉയർന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ മറ്റുള്ളവരെ ഇങ്ങനെ സഭയെ അപമാനിക്കുകയാണെങ്കിൽ തനിക്കൊരു മേൽക്കോയ്മ കിട്ടും. ഇത് പ്രലോഭനമാണ്. അതാ ഉയർന്ന സ്ഥലത്ത് നിർത്തിയെന്ന് പറഞ്ഞില്ലേ? ഉയർന്ന സ്ഥലത്ത് നിർത്തണത് ഞാൻ പറയും എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ കയറി നിന്നെന്ന് പറഞ്ഞാലും നമ്മൾ കാണിക്കുന്ന കാട്ടായം കാണുമ്പോൾ വേറെ ആരാണ് അവിടെ കൊണ്ടുപോയി നിർത്തിയിരിക്കണമെന്ന് ഉറപ്പാണ്. എൻ്റെ മക്കളെ പേയ്മെൻ്റാണ് ഇതെല്ലാം മുഴുവനും. അത് വെച്ചാൽ നമ്മൾക്ക് അത് ദൈവദിവസത്തിനെതിരെ അതും ശരി ഇതും ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ദീപസ്തംഭം മഹാശര്യം എനിക്കും കിട്ടണം പണമെന്ന് ദൈവത്തെടുത്ത് നടക്കത്തില്ല പരിപാടി. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദൈവം തന്നെ കൊണ്ടുപോകും നമ്മളെ. പിന്നെ എന്തിനാണ് കൊണ്ടുപോകണത്? അത് കൊണ്ടുപോകണത് നമ്മുടെ സ്റ്റാൻഡ് ക്ലിയർ ആക്കണം. മരുഭൂമിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഏത് വശത്താണ് നിൽക്കണമെന്നുള്ളതിന്, അല്ലാതെ 2 വില്ലിക്കും ചവിട്ടിക്കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. ആധ്യാത്മികത എന്ന് പറയുന്നത് ഭയങ്കര നട്ടലോടുകൂടിയും ചങ്കുറപ്പോടുകൂടി ദൈവദൃസന്നിധിയിൽ സ്ഫുടം ചെയ്തെടുത്തിട്ടുള്ള സംഭവമാണ്. നിലപാടുകളിലെല്ലാം പ്രത്യേകിച്ച് ഈശോയ്ക്കൊരു സ്റ്റാറ്റസ് ഉണ്ട്, നീ ദൈവപുത്രനാണെങ്കിലെന്നില്ലേ? അത് ആദ്യത്തെ തന്നെയല്ലേ? ആദ്യത്തെ ഈ സ്റ്റാറ്റസിനെ തന്നെ ടോർപ്പിഡോ ചെയ്യുന്നുണ്ട്. എന്താണ്? നീ ദൈവപുത്രനാണെങ്കിൽ കല്ലുകളോട് അപ്പമാകാൻ പറയൂ. അപ്പം സ്വന്തം അപ്പം അല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആണെന്ന് ആക്കി തീർക്കാൻ വേണ്ടി ഈശോ അത്ഭുതം കാണിക്കാൻ വേണ്ടിയുള്ള പ്രലോഭനമാണ് കൊടുക്കുന്നത്. അപ്പം നമ്മളെ സമയത്ത് ഇതുപോലെ മറ്റുള്ളവർ
നമ്മുടെ മേൽ ഇതുപോലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തുക. ചില സമയത്ത് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു ജീവശാസ്ത്ര പരിസരമുണ്ട്. അതുമൊക്കെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങളാണ്. നമ്മൾ ആധ്യാത്മിക ജീവിതം എന്ന് പറയുമ്പോൾ പ്രാർത്ഥനാ ജീവിതം എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം എന്ന് പറയുമ്പോൾ പ്രാർത്ഥനാ ജീവിതം എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകിച്ച് കത്തോലിക്കിന് പ്രത്യേകിച്ച് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, പിന്നെ പെന്തക്കോസ്റ്റൽസും അങ്ങനെ തന്നെയാണ്. ആധ്യാത്മിക ജീവിതം എന്ന് പ്രാർത്ഥനാ ജീവിതമാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് അറിയാം, നമ്മുടെ ട്രെയിനിങ് കിട്ടിയിരിക്കുന്ന ട്രെയിനിങ് അതാ. ഇപ്പം ആലപ്പുഴ ഞങ്ങളുടെ ഈ സൈഡിലെല്ലാം സന്യാസ സഭകളാണ്, മിഷണറിമാരല്ല ട്രെയിൻ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈശോ സഭക്കാരുടെ ട്രെയിനിങ് ഭയങ്കര രസമായിരുന്നു. ആ ട്രെയിനിങ് പിന്നെ കിട്ടിയില്ല. ഡച്ചുകാർ വന്നപ്പോൾ ആ ട്രെയിനിങ് പോയി. അത് വേറൊരു ട്രെയിനിങ് ആയിരുന്നു. പിന്നീട് വന്നവർക്ക് കൂടുതൽ ഭക്തിക്കായും ആയിരിക്കും പ്രാധാന്യം വന്നത്. അതുപോലെ ഇപ്പം ഈ മേഖലയിലുള്ളവരെല്ലാം വളരെ ഭക്തിക്കാരാണ്. പക്ഷെ ജീവിതത്തിലെ നിലപാടുകൾ വരുമ്പോൾ ഭക്തി വേറെ, നിലപാട് വേറെയായിട്ട് മാറും. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴും ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ അഭിമുഖീകരിച്ച് വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇപ്പോൾ യാക്കോബിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ എന്ത് തേനും കട്ടയാണെന്ന് പറഞ്ഞാലും അസസ്മെൻ്റ് വരുമ്പോൾ യാക്കോബാണെന്ന് കർത്താവ് നോക്കത്തില്ല. നീതി ദേവതയുടെ കണ്ണ് കെട്ടിയിരിക്കുന്ന പോലുള്ള പരിപാടിയാണ്. കാപട്യമുള്ളവനെ കാപട്യമുള്ളവൻ തന്നെ പറയും. ബ്രാൻഡഡാണ് ആ സാധനം. അപ്പോൾ ദൈവതിരുസന്നിധിയിൽ ബ്രാൻഡഡ് ആകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എപ്പോഴും സ്റ്റാറ്റസ് ലോയിങ് എപ്പോഴും നമ്മൾ സ്റ്റാറ്റസ് ലോ ചെയ്ത് വരണം. എൻ്റെ പ്രിയപ്പെട്ട ഈ മത്തായിയുടെ സുവിശേഷം 4:3, 4:9 ഇല്ലേ, അവിടെ എല്ലാം ഈ സ്റ്റാറ്റസിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പോൾ ഈശോയ്ക്ക് ജ്ഞാനസ്ഥാനത്തിൽ പിതാവ് സ്റ്റാറ്റസ് കൊടുത്തില്ലേ, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. അപ്പോൾ ഈ സ്റ്റാറ്റസ് ഡാമേജ് ആക്കാൻ വേണ്ടിയുള്ള പരിപാടികളാണ് പിന്നീട് നടക്കണതെല്ലാം. ഈശോയെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ടോർപ്പിഡോ ചെയ്യുന്നത് മുഴുവനും, ലക്ഷ്യം വെക്കുന്നതും ഫോക്കസ് ചെയ്യുന്നത് മുഴുവനും ഈശോയുടെ സ്റ്റാറ്റസിനെയാണ് ചെയ്യണം. ഈ സ്റ്റാറ്റസിന് ഡാമേജ് ആക്കാൻ വേണ്ടിയാണ് പലപ്പോഴും പ്രലോഭനങ്ങളെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും നമ്മളുടെ ദൈവികമായ സ്റ്റാറ്റസ് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മളിലുള്ള ലോകത്തിൻ്റെ സ്റ്റാറ്റസ്, ലോകം നൽകുന്ന സ്റ്റാറ്റസ് ക്രമേണ സബ്സൈഡ് ചെയ്യുന്നിടത്ത് വെച്ചാണ് ഒരു പ്രായോഗികമായ ഒരു സുവിശേഷ വിഹിതമായ ആധ്യാത്മികത രൂപപ്പെട്ടു വരുന്നത്. അതാണ് ഈ സ്റ്റാറ്റസ് ലോയിങ്ങിൻ്റെ ഉദ്ദേശം തന്നെ. ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നില്ലേ, ജോർദാൻ്റെ തീരത്ത് നിന്നാണ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നത്. നേരെ ഒരു പകലിൽ നിന്ന് വെളിച്ചത്തു നിന്ന് ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്ന പോലെയുള്ള ഒരു ഷിഫ്റ്റിങ്ങാണ് നടക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ഷിഫ്റ്റിങ് ഉണ്ടാകും. 1 Corinthians 9:27 മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. ഇതിനുള്ള വീഴുപോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പോലും ഈ തിരിച്ചടിയെ ഭയക്കുന്നുണ്ട്. ശരിക്കും ഞാനും ഭയക്കുന്നുണ്ട്, എല്ലാവരും തന്നെ. മറ്റുള്ള വചനം പ്രസംഗിക്കുന്നവർ തന്നെ. കാര്യം ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ആർക്കും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റാത്തതാണ്. ക്രിസ്തുവിനെ പോലും ദൈവത്തിൻ്റെ ഒരു നടപടിക്രമങ്ങൾ എങ്ങനെ അറിയാമോ? അതായത് ക്രിസ്തു മനുഷ്യ ശരീരത്തിലല്ലേ, അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ കമ്മിറ്റ്മെൻ്റ് എല്ലാം സ്വന്തം തീരുമാനമായിരിക്കണമെന്നുണ്ട്. പിതാവിൻ്റെ സഹായം കൊണ്ട് ക്രിസ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ ക്രിസ്തു നാളെ ഒരിക്കലൊരു മോഡലാകത്തില്ല. അതുകൊണ്ട് ഈശോ പറയും, എന്താണ് ഈശോയുടെ വർത്തമാനത്തിലേക്ക് എല്ലാം വരുമല്ല സ്വയം. മത്തായി 18:4 ഈ ശിശുവിനെ പോലെ
സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതിൻ്റെ വിഷയം നമ്മൾ ശിശു എന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ തന്നെ അച്ഛന്മാരെല്ലാം കൂടി ശിശു ആനയുടെ കൂനയാണ്, ശിശു നിഷ്കളങ്കനാണ്, ആന അതൊന്നും അല്ല പ്രശ്നം. സ്വയം ചെറുതാകുന്നതിനാണ് പ്രാധാന്യം. ശിശുവിനോട് പ്രാധാന്യമൊന്നും ഇല്ല. ശിശുവിന് മോഡലാണ്, ടീച്ചിങ് എയ്ഡാണ്. അവിടുത്തെ മെയിൻ ഈശോ ഉദ്ദേശിക്കണത് എന്താണ്? ഈശോ ഉദ്ദേശിക്കണത് സ്വയം ചെറുതാകുന്നുള്ളതാണ്. സ്റ്റാറ്റസ് ലോയിങ്ങാ. അല്ല സാത്താൻ കൊണ്ടൊന്നും ചെറുതാക്കണമല്ല മറ്റുള്ളവർ, നമ്മൾ തന്നെ സ്വയം ബൈബിള് ഭയങ്കര ഫിൽട്ടറിങ്ങാണ്. അതായത് മറ്റുള്ളവർ നമ്മൾ ചെറുതാക്കണമല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ സ്വയമായിട്ട്. അതുകൊണ്ട് ഈശോ പരിത്യാഗം വരുമ്പോൾ സ്വയം എന്നുള്ള വാക്ക് ഈശോ ചേർക്കും. സ്വയം പരിത്യജിക്കണം എന്ന് പറഞ്ഞില്ലേ. മറ്റുള്ളവർ നിന്നെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് പരിത്യജിപ്പിക്കണം അല്ലത്. എന്ത് രസം. ഇപ്പോൾ കൃപാസനത്തിൽ തിരിച്ചിട്ടില്ലേ, സ്വാതന്ത്ര്യത്തോടെ സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ കംപ്ലീറ്റ് തീരുമാനം ആ വ്യക്തിയുടേതായിരിക്കണം. ഈശോയും പറയുന്നുണ്ട്. ഈശോ പറയണത് എന്താ? ഈശോ എന്താ പറയണത്? സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. ഇപ്പം സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണം. അതെടുത്ത് ആ ഭാഗം എടുത്ത്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ. മർക്കോസ് 8:34. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. മർക്കോസ് 8:35. ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിനു വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും, അതിനെ ഭദ്രമാക്കും. ഇപ്പൊ ആദ്യത്തെ വചനത്തിനാണ് ഇവിടെ പ്രാധാന്യം. എന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യത്തെ വചനം വായിച്ചേ. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പം അതായത് ഈശോയുടെ വാക്കിൻ്റെ അകത്തെല്ലാം ഈ സ്വയം എന്നുള്ള സംഭവം കയറി വരുന്നുണ്ട്. തീരുമാനം എപ്പോഴും സ്വന്തമായിരിക്കണമെന്ന്, മറ്റുള്ളവരുടെ സമ്മർദ്ദം മൂലം അല്ലെന്ന് ആയിരിക്കരുതെന്ന്. അതാണ് ഈ ശിശുവിനെ 18:4 വായിച്ചില്ലേ നമ്മൾ മത്തായി? എന്താണത്? ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ്. അപ്പം ശിശുവിനല്ല പ്രാധാന്യം, സ്വയം ചെറുതാകുന്നതിനാണ് പ്രാധാന്യം. സ്വയം ചെറുതാകാൻ. അപ്പോൾ ഈ ഈശോയ്ക്ക് കൊടുത്ത പ്രലോഭനം അതുതന്നെയാണ്. എന്താണ്? ഇവനെൻ്റെ പ്രിയപുത്രനാണെന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് പറഞ്ഞ് സ്വയം ചെറുതാകാൻ പറഞ്ഞ്. അതിനാണ് മരുഭൂമിയിലോട്ട് കൊണ്ടുപോകുന്നത്, സ്വയം ചെറുതാകാൻ. അവിടെ വായി നോക്കി ആ പലുതാക്കാത്ത വന്ന് ഓരോ കാര്യം പ്രലോഭനം പറഞ്ഞു കൊടുത്തിട്ട് ഇവനെ കൊച്ചാക്കി നോക്കും. പല രീതി കല്ലപ്പമാകുക, ഇങ്ങനെയുള്ള തരികടപ്പെടുകയെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഇതിനെല്ലാം കൺഫ്രണ്ട് ചെയ്യുന്നുണ്ട്. ഇനി ഈ ദൈവപുത്രനാണെന്നുള്ളത് ഒരു ആട്രിബ്യൂഷൻ അല്ല, അത് യേശു സ്വയം ആർജിച്ചതാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ പ്രലോഭനത്തിലൂടെ ജയിച്ചിരിക്കുന്നതാണ്. ജയിച്ചു കഴിയുമ്പോൾ പറയാൻ എന്താണെന്നറിയാമോ? അവൻ ആത്മാവി ശക്തിപ്പെട്ട് ആ മരുഭൂമിയിൽ നിന്ന് പുറത്തേക്ക് യൂദയയിലേക്ക് വന്നു. അപ്പം നിന്നെ മരുഭൂമി കൊണ്ടുപോയതും സ്റ്റാറ്റസ് ലോ ചെയ്യാൻ നോക്കിയതും എന്തിനു വേണ്ടിയാണ്? ആത്മാവിനെ ശക്തിപ്പെടുത്തും. ദൈവമേ, നിന്നെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകണം ദൈവം. മരുഭൂമി അനുഭവങ്ങളിലൂടെ നടത്തിപ്പോണം ദൈവം ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. അതെന്താണ്? 4:14 യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. മനോഹരമാണ് സുവിശേഷം. എന്നെ നിന്നെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് മരുഭൂമിയിലൂടെ കൊണ്ടുപോണത്. മരുഭൂമി നടക്കണത് എന്താണ്? ദൈവപുത്രൻ എന്നുള്ള നിന്റെ സ്റ്റാറ്റസ് എവിടെയാണ് നിൻ്റെ സ്റ്റാറ്റസ് ലോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകണത്? അന്ന് നീ മരുഭൂമിയിലാണെന്ന് ഓർക്കണം. നീ മരുഭൂമിയിലാണെന്ന് ഓർത്തു കഴിഞ്ഞാൽ
അടുത്ത സ്റ്റെപ്പ് നീ ആത്മാവ് ശക്തിപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കും എന്നുള്ളതാണ് സത്യം. ഇതാണ് പ്രോസസ്സിങ് എന്ന് പറയുന്നത്. ഗംഭീര പ്രോസസ്സിങ്ങാണ്. ഇത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷ്യം എന്താ അവരുടെ പേരെന്നാ, കവിത വെട്ടിയാറിൽ നിന്ന്. കവിത എന്ന് പറഞ്ഞാൽ നോൺ ക്രിസ്ത്യനാണ്. പക്ഷെ അവർ നോൺ ക്രിസ്ത്യൻ ആണെങ്കിൽ അവരുടെ സാക്ഷ്യങ്ങളെന്ന് പറയണത് അവരിതുപോലെ ഒക്കെ കുറേ പ്രോബ്ലംസാണ്. ഒന്നവർക്ക് ഒരു സ്ഥലമുണ്ട്, പക്ഷേ രണ്ട് പറമ്പ് ആ പറമ്പിലേക്ക് വഴിയില്ല. അതാണ് പ്രശ്നം. വിൽക്കാനും പറ്റത്തില്ല, പൊറുക്കാനും പറ്റത്തില്ല. വിൽക്കാനും പറ്റത്തില്ല, പൊറുക്കാനും പറ്റത്തില്ല. അപ്പം ഇവിടെ ഉഴമ്പെടുക്കാൻ നേരത്ത് കവിത കർത്താവെ വിൽക്കാനും പറ്റണില്ല, പൊറുക്കാനും പറ്റണില്ല എന്ന് എഴുതി. അതെ. അപ്പോൾ ഇവർ വഴി കൊടുത്താൽ മതി, പക്ഷെ കൊടുക്കത്തില്ല. വർഷങ്ങളോട് ചോദിക്കുന്നതാണ്, കിട്ടണില്ല. ഇവളുടെ ആസ്തി എന്താണ്? ഇവളുടെ ആസ്തി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ നിഷ്കപടതയാണ്. കർത്താവിൻ്റെ തിരുസന്നിധി എടുത്ത ഉടമ്പടിയിൽ ഈ കവിതയുടെ സാക്ഷ്യം വായിക്കാൻ കേൾക്കാൻ നല്ല രസമാണ്. കവിത ഒരു ദിവസം ഒരു പള്ളിയുടെ വാങ്ങി കൂടി പോവുകയാണ് രാത്രി. അപ്പോഴുണ്ട് പെരുമഴയത്ത് 2 കെട്ട് കൃപാസനം പത്രം കിടന്ന് കുതിർന്ന് കിടക്കണം. അപ്പോൾ ഇവർ ആ 2 പത്രം വെള്ളത്തിൽ നിന്ന് എടുത്ത് അത് വീട്ടിൽ കൊണ്ടുപോയി അഴയിലിട്ട് ഉണക്കി പഴയതുപോലെ തേച്ച് വൃത്തിയാക്കി എടുത്തിട്ട് ഇവൾ ഓരോ വീടുകളിലും കൊണ്ടുപോയി കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവിന് നിഷ്കാപട്യം പിടികിട്ടി. ഇരുട്ടത്ത് കിട്ടിയ പത്രമല്ലേ, ഇവൾ ചവിട്ടിപ്പോയാലും ആര് തിരക്കാനാണ്? അത് ഓർക്കണം. ക്രിസ്ത്യൻ പള്ളിയുടെ വാതിക്ക് ക്രിസ്ത്യൻ പത്രം മഴയത്ത് കിടന്ന് രാത്രി നനയുകയാണ്. ഒരു നോൺ ക്രിസ്ത്യൻ ആ പത്രം എടുത്തിട്ട് വീട്ടിൽ കൊണ്ട് ഉണക്കുകയാണ്. ഇവിടെയാണ് ക്രിസ്ത്യൻസ് പണി മേടിക്കണത്. അത് വെച്ച ക്രിസ്ത്യൻസിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. കൃപാസന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? അത് ആൾക്കാരെ കൊടുക്കേണ്ടത് കൊണ്ടുവന്ന് ഇട്ട് അവിടെ നിന്ന് പറന്നു പോകുകയൊക്കെ ഇതിനെ വെള്ളത്തിൽ വീണിട്ടുള്ളത്. അവരുടെ കാര്യത്തിൽ ദൈവം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ സുവിശേഷത്തിൻ്റെ കൈമാറ്റത്തിന് വേണ്ടി ആണ് ഈ പത്രം അവിടെ അനുഭവങ്ങളിലൂടെ കർത്താവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയാണ് പത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല മതം മാറ്റമൊന്നുമല്ല, അത് ബോധമില്ലാത്തവന്മാർ പറയണ അതല്ല. ക്രിസ്തു പരിചയപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. ആ നിത്യതയിലും ഇഹത്തിലും പരത്തിലും ഒക്കെ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അവകാശമാണ് ക്രിസ്തു. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ. പക്ഷെ അതേസമയം തന്നെ ഈ വിഷയം എന്താ ചെയ്തിരിക്കുന്നത്? ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യം ക്രിസ്ത്യൻ പള്ളി ഇരുട്ടത്ത് മഴയത്ത് കിടന്ന് നനഞ്ഞ ഈ പത്രം എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി അഴയിലിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി അത് തേച്ച് കൊണ്ടുകടന്ന് എല്ലാ വീട്ടിലും കൊടുക്കുകയാണ്. ഈ ആളിനോട് ദൈവം എന്ത് ചെയ്യണം? ദൈവം ചെയ്യാനുള്ള മാക്സിമം ചെയ്ത് എന്ത് ചെയ്യുന്നറിയാമോ? പിറ്റേ ദിവസം ഈ 2 വീട്ടുകാരും വർഷങ്ങളായിട്ട് വഴി കൊടുക്കാത്ത 2 വീട്ടുകാരും ഇവിടുത്തെ വീട്ടിൽ വന്നേച്ചും പറഞ്ഞ് ഞങ്ങൾ സ്ഥലം കൊടുക്കാൻ പോകണം, നിനക്ക് വഴി വേണ്ടതെന്നും പറഞ്ഞ് 6 മീറ്റർ വഴി നീളത്തിലുള്ള വഴി 2 പേരും കൂടി ഇവിടെ കൂടുതലും പോയി. അതാ വിഷയം. കാപട്യമില്ല എന്നുണ്ടെങ്കിൽ സത്യസന്ധമായ ഡീലിങ് നമ്മൾ ദൈവത്തോട് നടത്തി. ഇപ്പം നമുക്കെല്ലാം പറ്റുന്ന വിഷയം വെച്ചാൽ ദൈവം ആദ്യം ഒരു അത്ഭുതം കാണിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമുക്ക് അത് കാപട്യമാണ്. ദൈവം ആദ്യം അത്ഭുതം കാണിച്ചിട്ട് നീ ഉടുത്ത് കെട്ടി ഇറങ്ങാമെന്ന് പറയണതിന് പിന്നിൽ ഒരു കാപട്യമുണ്ട്. ഇത് ദൈവം വെച്ച് പൊറപ്പിക്കത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ രീതി എന്താണ് വെച്ചത്? കർത്താവ് ചെയ്യാനുള്ളത് ആദ്യമേ ചെയ്ത് കഴിഞ്ഞു.
കുരിശിലെ മരണവും വീണ്ടെടുപ്പും. ഇനി നമ്മുടെ ഓപ്ഷൻസാണെല്ലാം. അത് കർത്താവിൻ്റെ പീഡാനുഭവത്തിലുള്ള പ്രഖ്യാപനമായാലും ഉയർപ്പിലുള്ള വിശ്വാസമായാലും വരെയുള്ള കാത്തിരിപ്പായാലും എല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ല ഇനിയും ദൈവം ചെയ്യട്ടെ എന്നതിന് ലോജിക്ക്, അതിനകത്ത് ലോജിക്കില്ല ശരിക്കും പറഞ്ഞാൽ. പണ്ട് എല്ലാ കാര്യങ്ങളുടെ കാര്യത്തിലും ഞാൻ അച്ഛൻ്റെ വർത്തമാനമൊക്കെ നിങ്ങൾ മക്കൾ കേട്ടതിന് ശേഷം, മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളിത് പൊളിച്ചെഴുതണം. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് അനുകൂലമായ രീതിയിൽ പൊളിച്ചെഴുതി നിങ്ങൾ വീണ്ടെടുപ്പിൻ്റെ വലിയ കൃപ ധരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മക്കളെ ഒന്ന് ശ്രദ്ധിച്ച മക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, ഈ സമയത്തിലൂടെ നീളം നീ ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി പറയുന്നു. വലിയ വചന വെളിപാടുകൾക്ക് നന്ദി പറയുന്നു. ആത്മാവിൽ ഞങ്ങളെ വഴി നടത്തിയതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ ഈശോ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കളെ ഞാൻ ആശീർവദിക്കുന്നു ഈശോനാമത്തിൽ. അപ്പാ, സ്വർഗീയപ്പ, അങ്ങേ പുത്രൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളം കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്തിന് കാഴ്ച നൽകിയവനെ, ഈശോ ചെകിടിന് കേട് നൽകിയവനെ, ഈശോ ഊമന് സംഭാഷണത്തിൽ നൽകിയവനെ, കർത്താവെ മഹോരോഗ്യം സുഖപ്പെടുത്തിയവനെ, കർത്താവെ തലവാരോഗ്യം സുഖപ്പെടുത്തിയവനെ, കർത്താവെ മരിച്ചവനും ഉയർപ്പിച്ചവനെ, അങ്ങനെ തിരുമുറുപാടുന്ന വലതുകരം അണിപ്രതാർന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും മകളുടെ മേലും വെക്കണേ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇപ്പോഴേ ഈശോ ചില സ്ഥലങ്ങളിലേക്ക് മുഴ പോലെ വന്ന് ക്യാൻസർ പോലെ നിൽക്കുന്ന സ്ഥലങ്ങളെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. മലദൂരത്ത് ക്യാൻസർ ഉള്ളവരെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഓരോ രോഗങ്ങൾ കർത്താവ് വളരെ സങ്കടപ്പെടുന്ന അനുഭവങ്ങളുള്ളവരെ അങ്ങനെ സ്പർശിക്കണമേ. ഈശോ നടുവേദന സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മനുഷ്യന്മാരുടെ സങ്കടകരമായ രോഗാവസ്ഥകളെ, നമ്മുടെ രോഗങ്ങളാണ് വഹിച്ചത്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്ത ദൈവവചനം അനുസരിച്ച് കർത്താവ് അനേകം മക്കളുടെ രോഗങ്ങൾ നീ ഓരോ ദിവസവും ഏറ്റെടുക്കുന്ന ഓർത്ത് നന്ദി പറയുന്ന കക്ഷത്തെ കുരുക്കളും പൊറുക്കാത്ത വ്രണങ്ങളുള്ളവരെ കർത്താവ് സുഖപ്പെടുന്നതിന് ഓർത്ത് നന്ദി പറയുന്ന ഈശോയെ, കൈകാലുകൾ കുഴഞ്ഞ് കർത്താവെ സ്വാധീനമില്ലാതിരിക്കുന്നവരെ അടിപ്പിണർ പോലെ കർത്താവെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി അവരൊക്കെ ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ചമുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ ശക്തി പടരട്ടെ. നടുവേദനയുള്ളവർ കർത്താവെ, പിൻകഴുത്തിൽ മുഴ പോലെ ഇരിക്കുന്നവരെ കർത്താവിൻ്റെ തിരുമുറുപാട് വലത് കർത്താവ് സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത സ്പർശിക്കണേ കർത്താവെ. മൊബിലിറ്റി ഇല്ലാത്തവർ, കൗണ്ട് ഇല്ലാത്തവർ കർത്താവെ, അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവർ ഈശോയെ അവരെ സ്പർശിക്കണേ പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ മക്കൾ ഈശോ നാമത്തെ ആശീർവദിക്കപ്പെടട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ആരാധനയിലൂടെ നാമത്തെ
സദയം തുടരണേ. സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരണേ. സദയം തുടരണേ. സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ലൊരായുഷ്യത്തിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ, കർത്താവ് ഫ്ലൈറ്റ് ഡിലേ ഉള്ളവരുണ്ട് ഈശോയെ, അതിന് ടിക്കറ്റ് കിട്ടാത്തവരുണ്ട് ഈശോയെ, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരിച്ചു വരാനോ തിരികെ പോകാനോ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ, നാട്ടിൽ വന്ന് അകപ്പെട്ടവരുണ്ട് ഈശോയെ, അവരെ സ്വർത്തയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. എന്ത് വിഷയമായാലും ഈശോയെ, അതിൻ്റെ മേലെല്ലാം ദൈവം എന്നിൽ അംഗീകാര മുദ്ര ചാർത്തിരിക്കുന്നു. സമസ്തവും കർത്താവെ യേശുക്രിസ്തുവിൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു എന്നരുളി ചെയ്ത ദൈവജനെ അനുസ്മരിച്ചുകൊണ്ട് അടിയാൻ പ്രാർത്ഥിക്കുന്നു. സകലമാന ജീവിത ദുരിത തടസ്സങ്ങളും യേശുക്രിസ്തുവിൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിക്കൊണ്ട് ദൈവം നാം മഹത്വപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. വീടില്ലാത്തവരെ, ജോലിയില്ലാത്തവർ, വഴിയില്ലാത്തവർ, വെളിച്ചമില്ലാത്തവരെ, കർത്താവേ പലതരത്തിൽ പരീക്ഷകൾ എഴുതിയതിനു ശേഷം റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വന്ന റിസൾട്ടിൽ കർത്താവെ അവർക്കുണ്ടായിരിക്കുന്ന ആവശ്യമായ യോഗ്യതയില്ലെങ്കിൽ അത് നടപടിക്രമങ്ങൾ എത്രയും വേഗം കർത്താവെ അവരെ ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് അവരുടെ ജീവിതം കരുപിടിപ്പിക്കാൻ ആവശ്യമായ നിർദ്ദേശം നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളോടത്ത് വേദനിക്കുന്നവരും വിഷമിക്കുന്നവരും ഓട്ടിസം പോലുള്ള ഹൈപ്പർ ആക്ടിവിറ്റി രോഗികളുള്ളവരുടെ മേൽ അടിപ്പിണർ പോലെ വൈതാക്രണം പോലെ ദൈവികമേ കർത്താവ് ദൈവിക ശക്തി ഓട്ടിസം രോഗികൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ ശക്തി പ്രാർത്ഥനയിലും ആരാധനയും ശക്തിയാൽ ഹൈപ്പർ ആക്ടിവിറ്റിയിലെ കുഞ്ഞുങ്ങളെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്നു. മഹാമനോരോഗികളും മദ്യപാനാസക്തികളാൽ വിഷമിക്കുന്നവരും പല പോസ്കോ കേസ് മൂലം കേസിലൊക്കെ അപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് മനസ്സാന്തത്തിനുണ്ടാകുകയും അത് വിടൂരുണ്ടായാലും പൊതുജീവിതത്തിലേക്ക് അവരെ തിരികെ വരുവാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ 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 മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത യേശുവേ അണയുന്നു ഞാൻ തിരുമുൻപിലായി അറിവോടെ എന്നെ നോക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ജോലിയില്ലാത്ത സ്ഥലത്ത് പ്രാർത്ഥിച്ചേ, സാമ്പത്തിക ബാധ്യതകളും ജപ്തി നടപടികളും നേരിടുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചേ, വിവാഹത്തിൽ പിരിഞ്ഞു നിൽക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചോ. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, വർഷങ്ങളായി ഞങ്ങൾ നടത്തുന്ന ആരാധനയിലും അതിനേക്കാളുപരി ജോബ്മാല റാലിയിലും കർത്താവ് പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കള് കർത്താവെ അവിടെ പ്രാർത്ഥനയോട് ചേർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈശോയെ, ജീവിക്കാൻ മാർഗമില്ലാത്തവരും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരുമെന്ന് ഓർത്ത് പേടിക്കുന്നവരും എൻ്റെ കർത്താവ് എല്ലാ തരത്തിലുള്ള വിഷമം അനുഭവിക്കുന്നവരെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഓപ്പറേഷൻ നേരിടുന്നവരെ, ആശുപത്രി ഓപ്പറേഷൻ കഴിഞ്ഞ് പോസ്റ്റ് ഓപ്പറേഷനിൽ ആശുപത്രി കഴിയുന്നവർ കർത്താവെ, ഇനിയും ടെസ്റ്റുണ്ട്, റീ ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറയുമ്പോഴേ അങ്ങനെ വേദനിച്ച് കഴിയുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ടെസ്റ്റിന് ഓരോരോ ടെസ്റ്റിന് ശരീരത്തിന് ഓരോ ഭാഗങ്ങൾ കൊടുത്തിട്ട് ടെസ്റ്റ് കുഴപ്പത്തിലാകുമെന്ന് ഓർത്തിന് ആദ്യം കൊണ്ട് വേദനിക്കുന്നവരുടെ വേദനകൾ ഞാൻ പ്രാർത്ഥനയായി അങ്ങയുടെ ദൃശ്യത്തിന് സമർപ്പിക്കുന്ന കർത്താവേ. സമാധാനമില്ലാത്ത കുടുംബങ്ങൾ തെറ്റായ ബന്ധങ്ങളിലും പ്രണയത്തിൽ ചെന്ന് അകപ്പെട്ടിട്ട്
തല ഉയരാൻ പറ്റാതിരിക്കുന്ന കുടുംബ സമാധാനം നഷ്ടപ്പെട്ട് ജീവിതം തന്നെ പോയിരിക്കുന്ന അവസ്ഥകൾ കർത്താവെ, കള്ളക്കേസാക്കപ്പെട്ടിരിക്കുന്നവരെ അവരുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധനേ പരമോന്നത യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അറിവോടെ എന്നെ നോക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ, ആവേ ആവേ ആവേ